ഇറങ്ങ. എന്താ ഇവിടെ നിർത്തിയേ? വലിയ സംഭവമായിട്ടൊന്നുമില്ല, ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടങ്ങ് പോവാം. താൻ വാ. അംബിക ആന്റി തന്നെ കിച്ചണിലേക്ക് വിളിച്ചോണ്ട് പോയത് എന്ത് സംസാരിക്കാനാ? അത് കല്യാണത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ. നമ്മളെല്ലാരും അവിടെ ഇരുന്ന് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് കല്യാണത്തിന്റെ കാര്യമൊക്കെ തന്നെയല്ലേ? ഞങ്ങളുടെ ഒന്നും മുന്നിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത മറ്റെന്ത് കാര്യമാണ് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അംബിക ആന്റിക്ക് സംസാരിക്കാനുള്ളത്? അത് തനിക്ക് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ പറയണ്ട, ഞാൻ നിർബന്ധിക്കൊന്നുമില്ല. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഇനി നമ്മൾ ഒരുമിച്ചാണ് അത് നേരിടേണ്ടതെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ ചോദ്യം ചെയ്യുന്നതായിട്ട് തോന്നരുത്. അറിയാം അബി, ചില കാര്യങ്ങളുണ്ട്, അത് അബിയോട് തുറന്നു പറയാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പഞ്ചരത്നത്തിൽ മറ്റാരും ഇതറിയരുത്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഞാനത് രഹസ്യമായിട്ട് സൂക്ഷിച്ചോളാം. പക്ഷെ നമുക്കിടയിൽ ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ വേണോ? അഖിലയ്ക്ക് 100 പവൻ സ്വർണം നൽകണമെന്ന് അംബികമാമി നേരത്തെ തന്നെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അവസരം മുതലെടുക്കുകയാണല്ലോ. അതിൽ നിന്ന് 60 പവൻ ദിവ്യപ്രഭയ്ക്ക് കൊടുക്കാനുള്ളതാണെന്ന് അബി അറിയണ്ട. വെറുതെ എന്തിനാ? അന്ന് പെണ്ണ് കാണാൻ വന്ന ദിവസം തന്നെ മാറ്റി നിർത്തി അംബിക ആന്റി എന്തോ സംസാരിച്ചിരുന്നു. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. അന്ന് മുതലേ എന്തോ വശപശക എനിക്ക് തോന്നിയിരുന്നു. അംബികമാമി അന്ന് ഈ കാര്യമൊന്നും പറഞ്ഞില്ല. അതല്ല, ഞാൻ ആലോചിക്കുന്നേ, ഈ പരസ്പരം സ്നേഹിക്കുന്നവർക്കിടയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് എങ്ങനെ വരുമെന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല. പരസ്പരം സ്നേഹിക്കുന്നവർ മാത്രമല്ലല്ലോ, ഒരു കല്യാണം എന്ന് പറയുമ്പോ അതില് കുടുംബക്കാരും ഉൾപ്പെടില്ലേ അബി? എല്ലാ അമ്മമാരും അബിയുടെ അമ്മയെ പോലെ വലിയ മനസ്സോടെ ചിന്തിക്കണമെന്നില്ലല്ലോ. ഞാൻ വേറൊന്നും ആലോചിക്കുന്നില്ല. എന്റെ കുട്ടി അഭിമാനത്തോടെ ആ വീട്ടിൽ ചെന്ന് കയറാൻ ആ സ്വർണം ആവശ്യമാണെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം. അത്രയുള്ളൂ. ആ വീട്ടിൽ അഖില സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണമെന്നേ എനിക്കുള്ളൂ. അതെ, താനീ പറഞ്ഞതിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്തുനിന്ന് മറച്ചു വയ്ക്കുകയാണെങ്കിലേ അത് ഞാൻ കണ്ടുപിടിക്കും കേട്ടോ. അതെന്റെ മിടുക്കൊണ്ടല്ല, കള്ളം പറയാനും ചെയ്യാനുമേ തനിക്ക് തീരെ അറിയാത്തോണ്ടാ. ഞാനിപ്പോ പറഞ്ഞ അത്രേ ഉള്ളൂ കാര്യങ്ങൾ, അതില് കൂടുതല് വേറൊന്നുമില്ല. ഓ ആയിക്കോട്ടെ. അപ്പൊ ഇനിയിപ്പോ എടുപിടിന്ന് കാര്യങ്ങൾ നടക്കണ്ടേ? എൻഗേജ്മെന്റിന്റെ കല്യാണത്തിന്റെ ഒക്കെ തീയതി കുറിക്കണം. നമ്മുടെ മുമ്പിൽ തീരെ ഇല്ലാത്തത് സമയം. എന്തായാലും ഈ സമയമില്ലാത്ത സമയത്ത് നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് പോയാലോ? കല്യാണത്തിന് മുമ്പ് കുടിക്കുന്ന ജ്യൂസിനും അതിന് ശേഷം കുടിക്കുന്ന ജ്യൂസിനും എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്കറിഞ്ഞൂടാ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.